ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഡ് എന്ന വാക്കിനെ കുറിച്ചാണ്. നമ്മൾ ലൈവ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നിട്ടുള്ള കുഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഷുഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, വുഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. കുഡ് എന്ന വാക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. കുഡ് പല സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമുക്കൊരാളുടെ അടുത്ത് ഒരു കാര്യം അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ഒരു സീറ്റിലിരിക്കുക, കുറച്ചൊന്ന് നീങ്ങിയാൽ നമുക്കും അവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അയാളോട് ഒന്ന് നീങ്ങുമോ ഒന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പറയാം ഇംഗ്ലീഷിൽ? കുഡ് യു പ്ലീസ് മൂവ്, ഒന്ന് നീങ്ങാമോ, കുഡ് യു പ്ലീസ് മൂവ്. അവിടെ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ദാഹിച്ചിരിക്കുമ്പം നമുക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ഓക്കെ, അപ്പം നമ്മൾ പറയാണ് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് നമ്മൾ പറയാണ്. അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം? കുഡ് യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് അവിടെ കുഡ് യൂസ് ചെയ്യാം. ഇനി അടുത്ത യൂസേജ് എന്താണ്? ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുഡ്. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം കാർമേഘം മൂടി നിൽക്കുകയാണ്, മഴ പെയ്യാനൊരു സാധ്യതയുണ്ട്. അതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയും? നമുക്കിങ്ങനെ പറയാം, ഇറ്റ് കുഡ് റെയിൻ നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ വരാൻ സാധ്യതയുണ്ട്, അവനിപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹീ കുഡ് കം നൗ. അപ്പോൾ കുഡ് എന്ന് പറയുന്ന വാക്ക് നമുക്കൊരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്ത് കാര്യം ആയിക്കോട്ടെ, അതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്ത് പറയാവുന്നതാണ്. ഇനി മൂന്നാമത്തെ യൂസേജ്, നമുക്ക് പണ്ടൊരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന്, എനിക്ക് 20 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാനാണെങ്കിൽ 10 മൈൽ ഓടുമായിരുന്നു. ഇനി ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എനിക്കിങ്ങനെ പറയാം, വെൻ ഐ വാസ് 20 years old ഐ കുഡ് റൺ 10 miles. എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് അതിനുള്ളൊരു കഴിവുണ്ടായിരുന്നു, എനിക്ക് കഴിഞ്ഞു, പണ്ട് അതിന് കഴിഞ്ഞു എന്ന് ഞാൻ പറയാണ്. അങ്ങനെ നമുക്ക് പണ്ടൊരു കഴിവുണ്ടായിരുന്നു അല്ലെങ്കിൽ പണ്ട് അതിന് കഴിയുമായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ എക്സാമ്പിൾ നോക്കാം. വെൻ ഹീ വാസ് എ സ്റ്റുഡൻറ്റ് ഹീ കുഡ് സ്വിം. അവനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ അവൻ നീന്താൻ കഴിയുമായിരുന്നു അവന്. അപ്പം ഹീ കുഡ് സ്വിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവന് നീന്താൻ കഴിയുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പണ്ട് അവന് നീന്താൻ കഴിയുമായിരുന്നു, അവൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ പണ്ട് അവന് നീന്താൻ കഴിയുമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഏറ്റവും അവസാനം കുഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സജഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുഡ് യൂസ് ചെയ്യാം. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടും കുഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, അവൾ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അവളോട് പറയാണ്, യു കുഡ് ഗോ ടു ഹവായ് ഫോർ വെക്കേഷൻ. എന്ന് വെച്ചാൽ എന്താ, നിനക്ക് വേണമെങ്കിൽ ഹവായിലേക്ക് പോകാം വെക്കേഷന്. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് സജഷൻ വയ്ക്കണമെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പറയാണ്, നിനക്ക് അവളെ വൈകിട്ട് കാണാം, നിനക്ക് വേണമെങ്കിൽ അവളെ വൈകിട്ട് കാണാം എന്നെങ്ങനെ നമ്മൾ പറയും ഇംഗ്ലീഷിൽ? ഇപ്പം നിനക്കെന്നാണെങ്കിൽ യു കുഡ് സീ ഹർ ഇൻ ദ ഈവനിങ്, നിനക്ക് അവളെ വൈകിട്ട് വേണമെങ്കിൽ കാണാം. അത് നമ്മുടെ ഒരു അഭിപ്രായം പറയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ പറയാനും സജഷൻസ് വയ്ക്കാനും നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂസേജസ് ആണ് കുഡ് എന്ന വാക്കുകൊണ്ടുള്ളത്. ഒന്നല്ല രണ്ടല്ല, ഒത്തിരി യൂസേജസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ യൂസേജസ് ഒക്കെ നിങ്ങൾ സംസാരിക്കുമ്പം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. English Mithra. Stop worrying, start learning.